ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മുരിങ്ങക്കായ കൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങക്കായ്ക്കകത്ത് നിന്ന് ഉള്ളതിലെ പിഞ്ച് തിരഞ്ഞെടുക്കുന്നതാണിത്. മൂത്തെടുക്കാൻ കൊള്ളില്ല കേട്ടോ, പിഞ്ചാണ് നല്ലത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പിഞ്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോല് ഉരിഞ്ഞ് മാറ്റിയിട്ട് അതിനകത്തുനിന്ന് കൊത്തി കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിനകത്ത് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഉള്ളതിനകത്ത് മൂപ്പ് കുറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. മുരിങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കായും പൂവും ഇലയും ഒക്കെ നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് അതിങ്ങനെ വിടർത്തിയെടുത്ത് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ താഴേക്ക് വലിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെല്ലാം കിട്ടിക്കോളും. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈക്ക് ശകലം ബലം വേണമെന്നേ ഉള്ളൂ കേട്ടോ, എല്ലാം ഒന്ന് വടിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒരു ശകലം പോലും അതിലൊന്നും പറ്റിയിരിപ്പില്ല, മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചോപ്പറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് എടുക്കാം. ഇനി ചോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കൈ കൊണ്ട് കത്തിയും വെച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ, അത്രയും മുഴുപ്പ് വേണ്ടെന്നുള്ളവർക്ക്. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്, അരപ്പല്ല. അപ്പോൾ മുളകുണ്ട്, കൊച്ചുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട് കേട്ടോ. അതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ നമ്മൾ ചീകി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഹാഫ് കുക്കായിട്ട് ഉപ്പ് ചേർക്കാറുള്ളൂ. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ജലാംശം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇതിന് നല്ല രീതിയിൽ തോർന്ന് കിട്ടുന്ന തോരനാണ് നല്ലത്. ഒരു കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് അരപ്പൊന്ന് വേകാനായിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.